എല്ലാവരുടെ സൈഡിൽ നിന്ന് ഒരു ചെറിയ റെഡി എന്ന് കേട്ടാൽ ഞാൻ തുടങ്ങാനായിട്ട്. കാരണം നിങ്ങളുടെ ഇന്നത്തെ കോളിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ചേച്ചി മാത്രം കൈയടിക്കുന്നു. ആർ യു റെഡി? റെഡി? അതാണ്. ഓക്കെ. സോ ഞങ്ങളുടെ ആദ്യത്തെ കാറ്റഗറി നമ്മളിവിടെ ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. ആൻഡ് ഇതിലെ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് DMAC ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ. ഇതിലെ നോമിനേഷൻസ് ആരൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നമുക്കൊണ്ട് കണ്ടു നോക്കിയാലോ? റെഡി? ഓവർ ടു ദി മോണിറ്റർ. പറ്റില്ല, ഞാനാ പറയുന്നത്. ഇനി ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ആ നിമിഷം ആണ് അവിടെയല്ലേ താമസിക്കേണ്ടത്. ഡോക്ടർ വീട്ടിലാണോ അവള് താമസിക്കേണ്ടത്? സോ നമ്മുടെ നോമിനേഷൻസ് ഇവരൊക്കെ ആയിരുന്നു. ഇതിൽ വിന്നർ ആരാണെന്ന് നമ്മൾ ഇതാ അറിയാൻ പോവാണ്. റെഡിയാണോ? നമ്മുടെ ഇന്നത്തെ രാവിലെ ആദ്യത്തെ വിജയിനെയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. DMAC ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ആരാണെന്ന് നമ്മൾ ഇതാ അറിയുന്നു. 3, 2, 1. നാരായൺ ശ്യാമാപുരം സി കേരളം. ഞങ്ങളുടെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിന്റെ ഈ തവണത്തെ വിജയിയായി മാറിയിരിക്കുകയാണ്. സി കേരളം സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്യാമാപുരം എന്ന സീരിയലിലെ ഞങ്ങളുടെ സ്വന്തം ആനന്ദാണ് വിജയിയായി മാറിയിരിക്കുന്നത്. ആനന്ദിനെ ഈ ഒരു വേദിയിലേക്ക് സാദരം ഇൻവൈറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് നൽകുന്നതിലേക്കായിട്ട് ലിറിസിസ്റ്റായ MD രാജേന്ദ്രൻ സാറിനെ ക്ഷണിക്കുകയാണ്. ദേവരാഗം എന്ന സിനിമയിലെ ശശികല ചാർത്തിയ, കൂടാതെ അല്ലിയിളം പൂവോ, ഹിമശൈല, ഋതുഭേദ കൽപ്പന തുടങ്ങിയ ഒട്ടനവധി ഐക്കോണിക് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ലിറിസിസ്റ്റ് കൂടിയാണ് MD രാജേന്ദ്രൻ സാർ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സാദരം ഇൻവൈറ്റ് ചെയ്യുന്നു. പ്രശംസാപത്രം സമർപ്പിക്കുന്നതിലേക്കായിട്ട് ഡയറക്ടർ ഫോർ DMAC ഡേവിഡ് വർഗീസ് അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുകയാണ്. ഒപ്പം തന്നെ കേരള വിഷന്റെ ഉപഹാരം സമർപ്പിക്കുന്നതിലേക്കായിട്ട് രജനീഷ് PS ഞങ്ങളുടെ ഡയറക്ടർ ഫോർ കേരള വിഷൻ ചാനൽസ് അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് സാദരം ഇൻവൈറ്റ് ചെയ്യുന്നു. DMAC ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിന്റെ അവാർഡാണ് നമ്മളിവിടെ ആനന്ദ് നാരായണന് നൽകുന്നത്. Can we get the awards please? ഞങ്ങളിവിടെ അവാർഡ്സ് നൽകാൻ പോവാണ്. സി കേരളം സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്യാമാപുരം എന്ന സീരിയലിലെ മികവുറ്റ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ഇവിടെ ലഭിക്കുന്നത്. അവാർഡ് നൽകുന്നത് MD രാജേന്ദ്രൻ സാറാണ്. രാജേന്ദ്രൻ സാർ MD അദ്ദേഹമാണ്. അവാർഡ് നൽകുന്നത്, പ്രശംസാപത്രം നൽകുന്നത് ഡേവിഡ് വർഗീസ് ആണ്. സോ നമ്മുടെ അവാർഡ് നൽകാനായിട്ട് രാജേന്ദ്രൻ സാറിനോട് സാദരം ഞാനിതാ റിക്വസ്റ്റ് ചെയ്യാണ്. സോ പ്ലീസ് ഡു ദി ഓണർ. പ്രശംസാപത്രം നൽകുന്നത് ഡേവിഡ് വർഗീസ് ഡയറക്ടർ ഫോർ DMAC ആണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ ഇന്നത്തെ ഇതിന്റെ ഈ ഒരു അവാർഡിന്റെ സ്പോൺസർ. അദ്ദേഹമാണ്. DMAC ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ആണ്. ഇനി കേരള വിഷന്റെ ഉപഹാരമാണ് സമർപ്പിക്കുന്നത് രജനീഷ് PS ആണ്. അദ്ദേഹം ഞങ്ങളുടെ ഡയറക്ടർ ഫോർ കേരള വിഷൻ ചാനൽസ് ആണ്. സോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ആനന്ദാണ് നമ്മളിവിടെ ഇത് വാങ്ങുന്നത്. യെസ് ആനന്ദ്, സച്ച് എ ഹാപ്പി മൊമെന്റ്. കാരണം ഈ പറഞ്ഞതുപോലെ സി കേരളത്തിലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗോട് മുന്നേറുന്ന ഒരു സീരിയൽ കൂടിയാണ്. ജനകി അവാർഡ്സ് ആണ് കേരള വിഷന്റെ. എന്ത് തോന്നുന്നു ഈ മൊമെന്റില്? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. കാരണം ചിങ്ങമാസത്തിലാണ് ഞാൻ പിറന്നത്. എൻ്റെ പിറന്നാൾ മാസമാണ് ചിങ്ങമാസം. അഭിനയത്തിലേക്ക് വന്നിട്ട് ഏതാണ്ട് 11-12 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ ചിങ്ങമാസത്തിൽ ഈ ശ്യാമാപുരത്തിന് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അവാർഡ് കിട്ടിയത്. കഴിഞ്ഞ ആഴ്ച സി കേരളം തന്നിരുന്നു. കേരള വിഷൻ്റെ രണ്ടാമത്തെ അവാർഡ്സിൽ എൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ അവാർഡും എനിക്ക് നെഞ്ചിനോട് ചേർത്ത് വെക്കാൻ സാധിച്ചു. അങ്ങനെ കേരള വിഷൻ്റെ
എൻ്റെ ക്രൂവിനും എനിക്ക് വോട്ട് നൽകിയ എല്ലാ എൻ്റെ പ്രേക്ഷകർക്കും ഒരുപാട് 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 നന്ദി, സ്നേഹം. എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പ്രാർത്ഥന, ഭാര്യയുടെ സപ്പോർട്ട്, പിന്നെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടാണ്. ഇപ്പോൾ ശ്യാമാമ്പരത്തിനോടൊപ്പം തന്നെ ഞാൻ ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന് പറഞ്ഞ സീരിയലും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത വർഷം നിങ്ങൾ പരിഗണിച്ചിട്ട് ആ സീരിയലിൽ എനിക്കൊരു അടുത്ത വർഷത്തെ സപ്പോർട്ടിംഗ് ആക്ടർ അവാർഡ് കൂടി നിങ്ങൾ തരണം. അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. താങ്ക് യു. പിന്നെ എൻ്റെ ആദ്യത്തെ അവാർഡ് വാങ്ങുമ്പോഴും മീരയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ അവാർഡ് ഒരു ആഴ്ചയ്ക്ക് ശേഷം ഇപ്പോഴും മീരയുണ്ട്. അപ്പോൾ മീരയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ അവാർഡുകൾ ചുമ്മാ വാരി കൂട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾ ആങ്കറായിട്ട് മീരയെ തന്നെ വയ്ക്കുക. താങ്ക് യു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ലവ് യു ഓൾ. തീർച്ചയായിട്ടും നമുക്കിങ്ങനെ അവാർഡ് മേടിക്കലും അനൗൺസ്മെന്റുമായിട്ട് ഇങ്ങനെ തന്നെ അങ്ങ് പോവാം. വലിയൊരു ആദരമാണ്. കാരണം രാജേന്ദ്രൻ സാറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സാർ എന്ത് തോന്നുന്നു? കാരണം കേരള വിഷൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ കൂട്ടായ്മയുടെ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ, സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ഞാൻ ഏറ്റവും രോമാഞ്ചമണിയുന്ന ഒരു പ്രത്യേക ചടങ്ങിന് ആദ്യമായിട്ട് സാക്ഷ്യം വഹിക്കുകയാണ്. കൈയടിക്കണം. മാത്രമല്ല, അടുത്ത തലമുറയിലെ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ എന്നൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. അത്രമാത്രം കഴിവുള്ള ഒരു പറ്റം ചെറുപ്പക്കാർ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരെ കണ്ടെത്തിയ ഈ എന്താ പറയുക നെറ്റ്വർക്ക് ശൃംഖലയ്ക്ക് ഏറ്റവും വലിയ പുരോഗതി ഉണ്ടാകാൻ പോവുകയാണ്. ഇവിടെ വിദ്യാധരൻ മാഷുണ്ട്, പെരുവനമുണ്ട്, തൃശ്ശൂർ മുഴുവനുണ്ട്. ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ പറയാണ് ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സോ മച്ച് സർ. ഇനി ഈ പറഞ്ഞതുപോലെ DMACന് വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ്. ഇന്നത്തെ സപ്പോർട്ടിംഗ് ആക്ടറിന്റെ ഈ ഒരു അവാർഡ് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് DMAC ആയിരുന്നു. സോ ഹാപ്പി ഫോർ യു സർ. താങ്ക് യു സോ മച്ച്. എല്ലാവരെയും സീറ്റിലേക്ക് ക്ഷണിച്ച് ഇനിയും അവാർഡ് നിശ കാണാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.